ഈ സൗത്ത് പാർക്കിൽ പണ്ട് പാടുമ്പോഴേ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് സൗത്ത് പാർക്ക്. അവിടെ പാടുമ്പോൾ തോന്നിയിരുന്നോ മലയാള സിനിമയിൽ ഇതുപോലെ ജനങ്ങൾ അല്ലെങ്കിൽ കാലങ്ങളോളം ആരാധിക്കുന്ന ഒരു മ്യൂസിക് ട്രെൻഡിൻ്റെ ഉടമയാവുന്നു? ഞാൻ മ്യൂസിക്കിൽ വരുമൊന്നും അധികമില്ല. അത് സാറുമായിട്ടുള്ളൊരു കോമ്പിനേഷനിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഫിലിമിലേക്ക് വരുന്നതും. ഫിലിം സോങ് പാടുമെന്ന ഉള്ള ധാരണ ആ സമയത്തില്ലായിരുന്നു. അപ്പോഴിങ്ങനെ ബാൻഡുകളിൽ പാടുക, കീബോർഡിസ്റ്റായിരുന്നു ആദ്യം. കീബോർഡ് വായിക്കുക എന്നുള്ളൊരു പ്രധാന സംഭവമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ മ്യൂസിക്കിലേക്ക് ഇത് ഫർദറായിട്ട് എത്രമാത്രം പോകാൻ പറ്റും എന്നുള്ളൊരു ധാരണയില്ലായിരുന്നു. ഇപ്പോൾ സിനിമാ പാട്ടുകൾ അന്നത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നത്. ജാസിക്ക് ഇഷ്ടമുള്ള സിംഗർ ആരായിരുന്നു ആ കാലത്ത്? ഞാൻ ഒത്തിരി നമുക്ക് ആസ് യൂഷ്വൽ ഞങ്ങൾ കുറേ കവർ വേർഷൻസ് അവിടെ പാടേണ്ടി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയം ഓഫ് കോഴ്സ് ലെജൻസിനെല്ലാം നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മളവരുടെ പാട്ടുകളൊക്കെ പാടണം. കൂടുതലും എറിക് ക്ലാപ്റ്റൺ, സ്റ്റിങ്, ഫ്രെഡി മെർക്കുറി, ബോബ് മാർലി, ഈ ടൈപ്പ് പാട്ടുകളൊക്കെ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് പെർഫോം ചെയ്ത് പറ്റാം. അത് കാരണം ഈ പാട്ടുകളോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും കൂടുതലായിരുന്നു. അത് കാരണം ഓരോ പാട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓർക്കസ്ട്ര ആണെങ്കിൽ മീൻസ് അതിൻ്റെ കീബോർഡ് സെഷൻ ആണെങ്കിലും വോക്കലൊക്കെ ആണെങ്കിലും ഒത്തിരി പഠിച്ച് അങ്ങനെ ഒത്തിരി പാട്ടുകൾ കുറേ പഠിച്ചത് യഥാർത്ഥത്തിൽ പിന്നെ ഫർദറായിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ഞാൻ കേൾക്കുമായിരുന്നു. അത് കാരണം അങ്ങനെ ഒരു എല്ലാവരോടും വലിയൊരു ഇഷ്ടം. പ്രത്യേകിച്ച് ഫ്രെഡി മെർക്കുറിയുടെ സോങ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജാസിയുടെ ശബ്ദത്തിന് മറ്റേതെങ്കിലും ഒരു സിംഗറുടെ ശബ്ദമായിട്ട് സാമ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ 2-3 സിംഗേഴ്സ് എൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് എൻ്റെ വോയിസിൽ കേൾക്കാൻ ഇഷ്ടമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതലും ഈ ഒരു എന്താണ് കുറച്ച് ഫങ്കി ആയിട്ടുള്ള സോങ്സ് പാടുമ്പോഴത്തേക്ക് എൻ്റെ വോയിസിൽ കേൾക്കാൻ ഇഷ്ടം ആയിട്ട് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കേൾക്കുന്നവരിൽ കുറച്ചുകൂടെ അടുപ്പിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ബോബ് മാർലി സോങ്സ് തന്നെ പാടുമ്പോഴത്തേക്ക് ഒരു കണക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് കാരണം കുറേ പേർക്ക് അങ്ങനെ പാടുന്നതൊക്കെ ആ സമയത്ത് ഇഷ്ടമായിരുന്നു. ബഫലോ സോൾജേഴ്സ് ഒക്കെ പാടിയിട്ടുണ്ടെന്ന്. ബഫലോ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് സോങ്സ് നമുക്ക് ഉണ്ടായിരുന്നു, സ്റ്റേറിട്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒത്തിരി പേര് റിക്വസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സോങ് ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഒരു സമയം. അത് കാരണം ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീബൽസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇങ്ങനെ എനിക്ക് എവിടെയോ ഒരു പ്രത്യേകതയുള്ള ശബ്ദം തോന്നി. അങ്ങനെയാണ് ഞാൻ ജാസി ഫോർ ദ പീപ്പിളിലേക്ക് വിളിക്കുന്നത്. അതെ അതെ. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായപ്പോൾ എന്താണ് ജാസിയുടെ മനസ്സിൽ തോന്നിയത്? ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു സംഭവം തന്നെയായിരുന്നു. സാറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഡെമോ കാണിക്കാൻ വന്ന ആ ഒരു മൊമെൻ്റൊക്കെ എപ്പോഴും എന്താണ് ഒരു ഗോൾഡൻ മൊമെൻ്റായിട്ട് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. വെളുപ്പിനെ ഒരു ബസ്സിലാണ് വന്നത്, ഒരു വാക്ക്മാൻ ഉണ്ടായിരുന്നത് കോവളത്ത്. അല്ലല്ല, കോവളത്ത് പനമ്പള്ളി നേരിൽ. അന്ന് സാറിൻ്റെ അടുത്ത് ഡെമോ കൊണ്ടുവരുമ്പോഴത്തേക്കും അതുപോലെ ബീബൽസൊക്കെയുള്ള ഡെമോ കൊണ്ടുവരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഒത്തിരി ഈ പറയുന്നത് പോലെ ഒത്തിരി ഹോപ്സ്, അത് ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു എന്താണ് നിറവേറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താണ് മാർഗമായിട്ടത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ബീബൽസിൽ 1-2 സ്ഥലത്തുള്ളായിരുന്നു ജാസിയുടെ ശബ്ദം. അതെ. അപ്പോൾ ഞാൻ ജാസിയോട് റിക്വസ്റ്റ് ചെയ്തു 1-2 പ്രാവശ്യം അത് ആരുടെയാണെന്ന് ഞാൻ ചോദിച്ചു. സാർ വേണം മാറ്റാം എൻ്റെ. അപ്പോൾ ഞാൻ അതല്ല, മാറ്റാനില്ല, അത് 3-4 പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ അതാണ് എനിക്ക് തോന്നിയത്. ഈ ഫോർ ദ പീപ്പിളിൽ നമ്മൾ 4-5 പാട്ടും കൊണ്ടാണ് ജാസ് വന്നത്. അപ്പോൾ എനിക്ക് ചൂസ് ചെയ്യാൻ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ശരിക്കും. സാബുവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കൺഫ്യൂഷൻ തോന്നി. കാരണം അത്രയും എൻ്റെ മനസ്സിൽ ആ സിനിമയ്ക്ക് അത്രയും എന്താണ് ഒരു ഡിഫറെൻ്റാണ് ആ സിനിമ പാട്ടുകളൊക്കെ. അപ്പോൾ അങ്ങനെ പാട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു സമയത്താണ് ജാസിയോട് പറഞ്ഞത്, ജാസി തന്നെ പാടിയാൽ മതി. ആ മൊമെൻറ്റിൽ എന്താ തോന്നി?
അത് കുറച്ച് ടഫായിട്ടുള്ളൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഇത് എങ്ങനെ പാടി ഫലിപ്പിക്കുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉണ്ടായിരുന്നു. കൂടുതലും മലയാളം പാട്ടുകളായിട്ടുള്ള റെക്കോർഡിങ് അധികം ചെയ്തിട്ടില്ല അതിനു മുമ്പ്. ചെറിയ ചെറിയ സെഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എത്രമാത്രം ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു പേടി മനസ്സിൽ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ചെന്നൈയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാർത്തികനെ കൊണ്ട് പാടിച്ചു. കാർത്തിനെ കൊണ്ട് പാടിക്കുമ്പോൾ ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല സോങ്സ് കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള ഏറ്റവും ഡൗട്ട്ഫുള്ളായിട്ടൊരു തിങ്കിങ്, സാറിൻ്റെ നേരത്തെ പടങ്ങളിലെ പാട്ടുകൾ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ശാന്തമേ രാത്രിയിൽ എന്നുള്ള സോങ് ആവുന്നതും. അതിനുശേഷമുള്ള സാറുടെ സോങ് ലിസ്റ്റ് എല്ലാം കേട്ടപ്പോഴൊക്കെ നമുക്ക് ഡൗട്ടായിരുന്നു, ഇത് സാറിന് ഡെമോ തരുമ്പോഴത്തേക്ക് എന്ത് രീതിയിൽ തരണമെന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സംശയിച്ചാണ് യഥാർത്ഥത്തിൽ ആ ഡെമോസ് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പാട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ഫോർ ദ പീപ്പിൾ, അന്ന് നമ്മളൊരു ട്രെൻഡ് സെറ്റർ ആവും, നമ്മൾ പോലും വിചാരിച്ചില്ല അത്രയും വലിയ ട്രെൻഡ് സെറ്റർ ആവുമെന്ന്. അത് കഴിഞ്ഞ് റെയിൻ കം അഗെയിൻ, അത് കഴിഞ്ഞ് അശ്വാരൂഢനിലെ അഴകാലില്ല, അതൊരു മെലഡിയാണ്. ഇപ്പോൾ ശാന്തമി രാത്രിയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇതിൽ 7 പാട്ടുണ്ട്. ആ പാട്ടുകൾ എങ്ങനെയാണ് തോന്നുന്നത്? ശാന്തമി രാത്രിയിൽ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ആക്ച്വലി ഇതിന് മെലഡിക്കായിട്ടുള്ള സോങ്സിനൊരു സ്പേസ് സാറ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു രണ്ടാമതൊരു വിഭാഗവും തന്നിട്ടുള്ളത് കാരണം കമ്പോസിങ്ങിന് കുറച്ച് സമയമെടുത്തെങ്കിലും യഥാർത്ഥത്തിൽ വളരെ നല്ലതായിട്ട് തോന്നി. ആ സിറ്റുവേഷൻ ബേസ് നോക്കുമ്പോഴത്തേക്ക് മെലഡി ഉള്ളത് കാരണം മെലഡിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാസ്റ്റ് റൗണ്ടിലോട്ടും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് സാറ് സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പം മാർഗഴിയെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും. കാരണം മെലഡിയുടെ കാര്യത്തിൽ മാർഗഴിയെ ഓൾറെഡി സ്റ്റുഡിയോസ് ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. കേൾക്കുന്നവർക്കൊക്കെ ആദ്യത്തെ ഒരു ലിസണിങ്ങിൽ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി നേരം വെളുക്കുന്നവരെ ഓരോ പബ്ബിൽ മാറി പോയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഭയങ്കര ചലഞ്ചിങ് അല്ലായിരുന്നു ആ പാട്ടിൻ്റെ സിറ്റുവേഷനും പാട്ടും? പബ് ക്രോളിംഗ് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു സോങ് സീക്വൻസ് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ 3-4 സ്ഥലങ്ങൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കൊക്കെ ഉള്ളൊരു ടെമ്പോ ഡിഫറൻസും അത് ഇച്ചിരി പാടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് റിയലായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമുക്കും അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സാജറേറ്റഡ് ലെവലിലൊക്കെ ഏറ്റവും കൂടുതൽ പോയി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ബീറ്റും അതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് വരുത്തണമെന്നുള്ള ആദ്യമേ ആ കോൺസെപ്റ്റിനകത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്ത് വന്ന് ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മ്യൂസിക് വേറെയാണ്, അവിടെ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് താളം മാറുന്നുണ്ട്, ഇടയിൽ അവർ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ യാത്രയുണ്ട്. അങ്ങനെ വന്ന് എക്സ്റ്റസി, അതായത് ഒരു നേരം വെളുക്കുമ്പോഴേക്കുള്ളൊരു തുറസിലേക്ക് അവരെത്തുമ്പോൾ, ബീച്ചിലോട്ട് എത്തുമ്പോൾ ഉള്ളൊരു വല്ലാത്തൊരു ഫീലുണ്ട്. കാരണം അതൊരു എന്താണ്, അതുപോലെ അവരുടെ മൂഡും ഇങ്ങനെ ഒത്തിരി ചേഞ്ച് ആകുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അവർ വേറൊരു എക്സസി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു തീരെ ബ്ലണ്ടായിട്ടുള്ള ഒരു സർഫസിലോട്ട് അവർ പോകുന്ന ഒരു രീതിയുണ്ട്. ഒരു ഫുള്ളൊരു റിതമിക്ക് മാത്രമായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൽ മറ്റ് 2 സിറ്റുവേഷൻ, ഒന്നൊരു യാത്രയാണ്. 2 തരത്തിലുള്ള യാത്രയുണ്ട്. ഒന്നൊരു അവരുടെ ഒരു പിക്നിക്ക് പോലെ പോകുന്നൊരു പല ലാൻഡ്സ്കേപ്പിലൂടെ പോകുന്നൊരു പാട്ട്, അത് ജാദു അല്ലേ? ജാദു എന്നുള്ള സോങ് ഉണ്ട്. ഹംസിക അയ്യറാണ് പാടിയിരിക്കുന്നത്. ഈ ഹംസിക എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ഹംസിക ആക്ച്വലി അത് മാഡത്തിൻ്റെ ഒത്തിരി പാട്ട് ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ ഹംസിക അത് കേട്ടിട്ട് റിപ്ലൈ ചെയ്യായിരുന്നു. അവർക്ക് പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത് ട്രൈ ചെയ്യാം. പിന്നെ അത്
കുറച്ച് ഇച്ചിരി റിതമിക്കാണ്, പക്ഷെ അതിനകത്തൊരു ചെറിയൊരു നേറ്റിവിറ്റി ഫീലൊക്കെ ഉള്ളൊരു ട്യൂണാണ്. പെട്ടെന്ന് ക്യാച്ച് അങ്ങനത്തെ ഒരു സോങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അങ്ങനെ പാടി. പിന്നെ ഒരു പ്രത്യേക സിറ്റുവേഷനിലൊരു യാത്ര ഉണ്ടല്ലോ, തിരിച്ചു വരുന്നു അല്ലെ ക്ലൈമാക്സിലോട്ട് പോകുന്ന യാത്ര, പഴയ കാര്യങ്ങൾ ഓർത്തു പോകുന്ന യാത്ര. അവിടെ സാധാരണഗതിയിലൊരു പാത്തോസ് അല്ലെങ്കിൽ ഒരു ആ കൈൻഡാണ് വരുന്നത്. ജാസ് എന്തുകൊണ്ട് അവിടെ ഒരു സ്പീഡ്? കുറച്ച് എനിക്ക് തോന്നി ഇപ്പോഴത്തെ ടോട്ടലായിട്ടുള്ളൊരു മൂഡുകളിൽ സിറ്റുവേഷൻ സോങ്സിന് എപ്പോഴും ബാക്കപ്പായിട്ട് ഒരു റിതം യൂസ് ചെയ്യുന്നത് നല്ലതായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ നോർമലായിട്ടുള്ളൊരു എഫക്റ്റ് അല്ലാതെ കുറച്ചൊന്ന് റിതമിക്കാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ നോർമലൊരു മൂഡ് അത് മാറ്റാൻ പറ്റുമെന്നുള്ളൊരിത് കാരണം ഇച്ചിരി ഒരു ബീറ്റ് ആഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് അത്. പിന്നെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഒരു ക്രിസ്മസ് ആണ് അതിൻ്റെ അന്തരീക്ഷം. കാരണം നക്ഷത്രം ഉണ്ടാക്കുന്നു, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അവർ എതിർക്കുന്നവരാണ്, എന്നാലും നക്ഷത്രം ഉണ്ടാക്കി മത്സരിക്കുന്നു, അതിലൂടെ ഇവരുടെ പ്രണയം പറയുന്നു അല്ലേ? അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മെലഡിക്ക് തന്നെ എനിക്ക് തോന്നിയ സാറിൻ്റെ ആദ്യത്തെ നേരത്തെയുള്ള സാറിൻ്റെ നവരസങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പടങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മെലഡിക് ടച്ച് വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. റഫീഖിൻ്റെ ലിറിക്സും ഏതാണ്ട് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ. അതെ, അങ്ങനെ ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള ലിറിക്കായിരുന്നു അത്. അങ്ങനെ വളരെ സോഫ്റ്റായിട്ടൊരു ജോണറല്ല അത് ചെയ്ത്. കൈതപ്പുറം എങ്ങനെയാണ് ജാസി? ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൈതപ്പുറം എഴുതിയിട്ടുള്ളത്. തിരുമേനിയുടെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാർ, എപ്പോഴും മ്യൂസിക്കിന് വളരെ അനുസരിച്ച് അദ്ദേഹം എപ്പോഴും നമുക്ക് എഴുതാൻ പറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില റൈറ്റേഴ്സ് എപ്പോഴും കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചില വേർഡ്സ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ട്യൂണിന് വീണ്ടും നമ്മളൊരു ഏച്ചുകെട്ടലിൻ്റെ ആവശ്യം വരുത്താറുണ്ട് പലതും. അപ്പോൾ അദ്ദേഹത്തിന് തിരുമേനിയുടെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ വളരെ ആപ്റ്റായിട്ടുള്ള സൗണ്ടിങ്ങും കറക്റ്റായിരിക്കും, അതുപോലെ മീനിങ് ഫുള്ളും ആയിരിക്കും. ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ റൈറ്റിങ്ങിന്. അതെ, ഉദാഹരണത്തിൽ ലജ്ജാവതിയെ അതുപോലെ സൂപ്പർ ഹിറ്റാകുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തോടെ ഒരു നൊസ്റ്റാൾജിക് റീകളക്ഷൻ ഉണ്ട്. അതെ 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 അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മോഡേൺ ആയിട്ടുള്ള സോങ്സ് എഴുതാനും വളരെ വളരെ നേറ്റീവായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ മണം കൊണ്ടുവരുന്ന പാട്ടുകൾ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഭയങ്കരമാണ്. അത് രണ്ടും മിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ്. തൂമഞ്ഞ് അല്ലേ, എത്ര നല്ല മെലഡി അത്. സ്നേഹത്തുമ്പി എന്നുള്ള സോങ് അദ്ദേഹത്തിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മെലഡിയും ഇതും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. ജാസിക്ക് എങ്ങനെ പറ്റുന്നു ഇത്, ഈ രണ്ട് എക്സ്ട്രീം? ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താണ് രണ്ട് എക്സ്ട്രീം, അല്ലെങ്കിൽ ഒരേ തരത്തിലൊരു വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ചെയ്യുന്നു. എങ്ങനെ ജാസിക്ക് പറ്റുന്നു? എനിക്ക് തോന്നുന്നു സാറേ, ഞാൻ പണ്ട് പോലെ ഒരു സ്ട്രോങ് ഒരു റേഡിയോ ലിസ്ണറായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പണ്ട് കേട്ട് വളർന്ന സ്റ്റൈലും പാട്ടുകളും എല്ലാം ആണ് ആക്ച്വലി മ്യൂസിക്കായിട്ട് മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പേ ബാക്കായിട്ടാണ് കമ്പോസിങ് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇന്ന ഒരു സ്റ്റൈലിൽ മാത്രം നിൽക്കേണ്ട എന്നുള്ള രീതിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എല്ലാം ചെയ്യണമെന്നുള്ളൊരാഗ്രഹവും വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒത്തിരി പാട്ടുകൾ കേട്ടിട്ടുള്ളൊരു ശീലമായിരിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് സാർ. ആദ്യത്തെ ഫീൽ എന്തായിരുന്നു നമ്മുടെ ഫോർ ദ പീപ്പിളിലെ? അതായത് ഇപ്പോൾ ജൂക്ക് ബോക്സിലാണെന്ന് അന്ന് ഇതുപോലെ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ജൂക്ക് ബോക്സിലാണ് ആ പാട്ട് ഹിറ്റാകുന്നത്. ഇത് ഫസ്റ്റ് റെസ്പോൺസ് മനസ്സിലെന്താ തോന്നി? ജൂക്ക് ബോക്സിൽ കേട്ട് തുടങ്ങിയത് പതുക്കെ റിപ്പീറ്റഡ് ആവുകയായിരുന്നു. ഇത് പതുക്കെ ഇങ്ങനെ കേട്ടതിൻ്റെ റിപ്പീറ്റ് വാല്യൂ കൂടി വരുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഒരു ദിവസം ഫസ്റ്റ് ഒരു സെക്കൻഡ് റൗണ്ട് പോകുന്നു, അങ്ങനെ പലപ്പോഴായിട്ട് കേട്ടിട്ട്
ഞങ്ങൾക്ക് ആക്ച്വലി ഈ സ്റ്റുഡിയോയിൽ ഒത്തിരി പ്രാവശ്യം കേട്ട് തന്നെ ഇതിൻ്റെ വെളിയിലത്തെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ നമുക്ക് എത്തിയായിരുന്നു. പക്ഷേ പതുക്കെ ഇത് കേട്ട് കേൾക്കുന്നവരുടെ റെസ്പോൺസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി പേര് വിളിച്ചിട്ട് പാട്ട് ഇഷ്ടമാണെന്നുള്ളൊരു അഭിപ്രായം പറയുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി അവെയർ ആവുന്നത്. അന്ന് ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു അല്ലേ, ഈ ശബ്ദം എങ്ങനെയാണ് ഇത്ര വലിയ ഹിറ്റാകുന്നത്, ഇത് അധികം കാലം നീണ്ടു നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അതിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ആ സമയം പാട്ട് തന്നെയാണ് സാർ ഞങ്ങളെ ആക്ച്വലി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പാട്ട് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് പല ലാംഗ്വേജുകളിൽ എനിക്കതൊരു ഡെമോ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒത്തിരി പേരുമായിട്ട് സഹകരിക്കാൻ പറ്റിയ ആ ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. ശരിക്കും ലജ്ജാവതിയിൽ ഏതൊക്കെ കോമ്പിനേഷനാണ്, റഗേ റാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ശരിക്കും ആദ്യം താളമാണോ വന്നത് മനസ്സിൽ? യഥാർത്ഥ ഫസ്റ്റ് ആക്ച്വലി ഒരു വ്രതം ആയിരുന്നു മനസ്സിൽ. വ്രതം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓരോ എലമെൻ്റായിട്ട് ആഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ബേസിക് ഒരു ട്യൂൺ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ബാക്കിയുള്ള ഇത് ആഡ് ഓൺ ചെയ്തത്. പിന്നെ ഇംഗ്ലീഷും അങ്ങനത്തെ ഒരു മിക്സപ്പായിട്ട് വേണം എന്ന് തോന്നിയത്. ഇപ്പോൾ സാറിൻ്റെ അത് സജഷൻ ആയിരുന്നു ആദ്യം ഞങ്ങളെടുത്തത്. സാറിൻ്റെ ഒരു സജഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയത്. അത് കാരണം പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു കണ്ടൻറ്റ് വേണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിനകത്ത് ഉൾക്കൊള്ളുന്നൊരു മെലഡി പ്ലസ് ഒരു റിതം, ആ ഒരു ഫോർമാറ്റാണ് ചിന്തിച്ചത്. അന്ന് ഈ നമ്മളിവിടുന്ന് അതിൻ്റെ ആഘോഷയാത്ര ഓർക്കുന്നുണ്ടല്ലോ, അതെ, ഒരു ബസ്സിൽ നമ്മളെല്ലാം കൂടെ പോകുന്നു. പക്ഷേ ജാസിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ തിയേറ്ററിൻ്റെ പുറത്തും ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. ആ സാധാരണക്കാർ, ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ഒക്കെ പാടുന്നു ഈ ഇംഗ്ലീഷ്, അതിൻ്റെ സപ്പോർട്ടിങ് ലിറിക്സൊക്കെ പാടുന്നു. ഓർക്കുന്നുണ്ടോ? ഒരു കൈ എത്തിച്ച് ജാസിയെ പിടിക്കാൻ ഓർമ്മയുണ്ട്. രാത്രി ഒരു വലിയ ട്രിപ്പാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൻ്റണിയൊക്കെ ഉണ്ടായിരുന്നു, ആദിരാജ് സാർ, പ്രവീൺ മണി. അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു സാർ. പ്രത്യേകിച്ച് ഈ നമ്മുടെ പാട്ട് മറ്റുള്ളവർ ഏറ്റു പാടുന്നത് കേൾക്കുമ്പോഴുള്ളൊരു ഫീല് ഭയങ്കരമാണ്. ഒരു പാട്ടിന് വേണ്ടി അത്രയും ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര. അന്ന് കണ്ണൂരിലുള്ളൊരു അലുക്കാസ് ജ്വല്ലറി എന്ന് തോന്നുന്നു, ജ്വല്ലറിയുടെ ഒരു മാലയുടെ പേര് ലജ്ജാവതി എന്നായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ പോയത്. അതിൻ്റെ അടുത്ത് തന്നെ തലശ്ശേരിയിലെ ഒരു അമ്പലത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചു കൂടുന്ന ഒരു അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവർ ജാസി വലിച്ചെറിയുന്ന പൂക്കളെടുക്കാൻ വേണ്ടി കൈകൾ ഉയരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ? തീർച്ചയായിട്ടും. ഓവർനൈറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇതുപോലെ ഒരു രാത്രി കൊണ്ട് പെട്ടെന്നൊരു മ്യൂസിക് ഡയറക്ടർ പോപ്പുലർ ആകുക, ഒരു സിംഗർ പോപ്പുലർ ആകുക, ഇതെല്ലാം ഒന്നിച്ചാണ് വരുന്നത്. മ്യൂസിക് ഡയറക്ടറും സിംഗറും ഒന്നിച്ചാണ് അല്ലേ, ആ ശബ്ദവും ആൾക്കാർ ഒന്നിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജാസിയുടെ മനസ്സിൽ? പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഗോൾഡൻ മൊമെൻ്റ് എന്ന് പറയുന്നത്, ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സാറ് ആദ്യമായിട്ട് ബീബൽസ എന്നുള്ള ആ ഫിലിമിൽ ഈ ഇത് ചെയ്തുകൊണ്ട് വാ, ഈ ഡെമോ ചെയ്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ ആ സമയം, അപ്പോഴത്തേക്ക് ആ പടം ഡെമോ സാറിനെ കാണിച്ചിട്ട് കമ്മിറ്റ് ആവുന്നൊരു ദിവസമുണ്ട്. അതായിരുന്നു എനിക്ക് തോന്നുന്നു ലൈഫിലെ ഏറ്റവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈസ്റ്റ് ഫോർട്ടിലാണ് ബസ് കയറാൻ വരുന്നത്. അവിടെ നിന്ന് ബസ് കയറി നേരെ വിതുര, അവിടെയാണ് താമസിക്കുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോവളത്തുനിന്ന് അവിടെ വന്നതെന്ന് ആ നിമിഷങ്ങൾ ആണ് ലൈഫിലെ തന്നെ ഏറ്റവും ഗോൾഡൻ മൊമെൻറ്റ്. കാര്യം സാറ് പടം കമ്മിറ്റ് ചെയ്യിപ്പിച്ചു. അടുത്ത ദിവസം പോലെയാണ് എൻ്റെ ബാക്കിയുള്ള വർക്ക്. അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നു സാറേ. പിന്നെ അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു യാത്ര തന്നെയാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ. 20 വർഷങ്ങൾക്ക് മുൻപ് സൂപ്പർ ഹിറ്റായ പാട്ട്, കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും നൃത്തം ചെയ്ത പാട്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ണൂർ ഒരു തെയ്യം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഗാനമേള നടക്കുകയാണ്. ഗാനമേളയുടെ പകുതിയായപ്പം
അവർ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സെൻസേഷനായിരുന്നു നൃത്തം ചെയ്യിച്ചൊരു ഗാനം എന്ന് പറയുമ്പോഴേക്കും ഇളകുകയാണ് ആ ക്രൗഡ് മുഴുവൻ. അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു പാട്ടിനും, അല്ലേ? നമ്മൾ തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഒക്കെ ഈ പാട്ട് റീമേക്ക് ചെയ്തപ്പോഴൊക്കെ ഇതായിരുന്നു സ്വീകരണമായിരുന്നു, അല്ലേ? അതെ അതെ. ഈ ആ പാട്ടിന് ഒത്തിരി മലയാളം കിട്ടിയ അതേ പോപ്പുലാരിറ്റി തന്നെ പല സ്ഥലങ്ങളിലും കിട്ടിയതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് സാറേ. അത് പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ നേറ്റീവായിട്ടുള്ള ഒരു ലാംഗ്വേജിലും അവർക്കത് ഒത്തിരി ഇഷ്ടമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. തമിഴിൽ ലജ്ജാവതിക്ക് പകരം എന്തായിരുന്നു? തമിഴിൽ ആക്ച്വലി ലജ്ജാവതി എന്നെ അസത്തിര രതി എന്നായിരുന്നു. അത് മുത്തുകുമാർ സാറാണ് അത് എഴുതിയത്. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ എപ്പോഴും അദ്ദേഹം ബെസ്റ്റായിട്ട് പറയുന്ന 4-5 പാട്ടുകൾ അദ്ദേഹം എഴുതിയ പാട്ടിലൊന്ന് ഇത് പറയുമായിരുന്നു. അത് വോയിസ് എടുക്കുന്ന സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം, അദ്ദേഹം പാട്ട് ചരണമൊക്കെ എത്തുമ്പോഴത്തേക്കും പുള്ളി പറയാം, സാർ കൊഞ്ചം ഫീൽ കമ്മിயாக പാടുക, കുറച്ച് സാർ അത്ര ഫീല് വേണ്ട. അത് ആക്ച്വലി അതിന് ചില പോർഷൻസ് പാടി അങ്ങൊരു വേറൊരു ഇത്, അപ്പോൾ സാർ അത്ര ഫീല് വേണ്ട, കുറച്ചൊന്ന് ഹാപ്പി മൂഡിൽ പാടാം പറ. അങ്ങനെ ഒരു നല്ലൊരു കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിസിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ വെയിലോട് വിളയാടിയൊക്കെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഭയങ്കര നല്ലൊരു പാട്ടായിരുന്നു. ലജ്ജാവതിയുടെ തെലുങ്ക് വേർഷൻ്റെ എന്തായിരുന്നു ഫസ്റ്റ് ലിറിക്? അത് മല്ലീശ്വരിവേ മധുരാസല മഞ്ജരിവേ. അതൊരു ലൈനൊന്ന് പാടാൻ പറ്റും? മല്ലീശ്വരിവേ മധുരാസല മഞ്ജരിവേ మంత్రాక్షరివే మగ శ్వాసల అంజలివే తేనె వినువు తేనెటిగవు తేలేదలన వెన్నెల నువ్వు వెంటిమంటావు తాకే తెలుసుకోనా చక్కునైన మల్లికవో హే చిక్కులు పెట్టే అల్లికవో పోలికలో బసి బాలికవే చురకతుల చూపులున్న మల్లీశ్వరివే മധുരാസല മഞ്ജരിവേ. തെലുങ്ക് പടം ആക്ച്വലി സാറിന് ഓർമ്മയുണ്ടല്ലോ എന്നറിയില്ല. നമ്മുടെ ആദ്യത്തെ തെലുങ്ക് പടത്തിൻ്റെ പ്രിവ്യൂവിന് ഞാനും ജഗതി ചേട്ടനും അടുത്തടുത്താണ് ഇരുന്ന് കാണുന്നത് പടം. ആ സമയം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് അവിടെ നടക്കുകയായിരുന്നു. അവിടെ ഞാൻ ജഗതി ചേട്ടൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ശ്രാവന്തി മൂവീസ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു, രവി കിഷോർ. അപ്പം ഞാനും ജഗതി ചേട്ടൻ വളരെ അടുത്തടുത്തായിരുന്നു കണ്ടത്. അപ്പം ഓരോന്ന് കാണുമ്പോഴത്തേക്ക് ജയരാജ് സാറിനെ പറ്റി ഇങ്ങനെ ജഗതി ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയും, കണ്ട ജയരാജ് തമിഴോട് ഒരു 2 ലൈൻ പാടും. ലജ്ജാവതിയെ എന്നെ അസത്തിരതിയെ ലജ്ജാവതിയെ എന്നെ അസത്തിരതിയെ ராட்சசியோ தேவதையோ ரெண்டும் சேர்ந்த பெண்ணோ அடைமழையோ அடல் வெயிலோ ரெண்டும் சேர்ந்த கண்ணோ தொட்டவுடனோடிரியே தொட்டாச்சினுங்கி பெண் தானோ அழகினாலே அடிமையாக்கும் ராஜராஜராணி ലജ്ജാവതിയെ എന്നെ അസത്തിരതിയെ. ഈ ശാന്തമി രാത്രി എന്ന സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ അന്ന് ജാസിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ജാസി ഇങ്ങനെ റെഗെ റാപ്പ് മിക്സ് ആയിട്ടുള്ള പാട്ടുകൾ പാടുന്നു, നമുക്ക് എന്തുകൊണ്ട് ഇതിലെ എല്ലാ മെലഡി സോങ്സും ജാസി പാടി അങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഓർമ്മയുണ്ട്. മെലഡി ട്രൈ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സാർ. കാര്യം നമ്മൾ കമ്പോസ് ചെയ്ത് പാടുന്ന കുറേ ഭാഗങ്ങൾ നമുക്ക് കുറച്ച് എക്സ്പ്രസീവായിട്ട് പാടാൻ പറ്റും. നമ്മൾ പാടുന്ന ഒരു മോഡ് നമുക്ക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ചില നമുക്ക് നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്ന മെലഡികൾ അഴകാലില്ല അങ്ങനെ വന്ന പാട്ടുകൾ. ജാസിയുടെ പാട്ടിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു, ജാസി പാടി കഴിഞ്ഞാൽ പിന്നെ ജാസി അല്ലാതെ മറ്റാര് പാടിയാലും ഇത് നമുക്ക് അത്ര ഫീല് കിട്ടില്ല എന്ന് തോന്നും. അതെനിക്ക് തോന്നുന്നു സാർ. കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള ഒരു സംഭവം മറ്റൊരാൾ പാടിയാൽ ചില പാട്ടുകൾ നമ്മളെക്കാട്ടിലും മുകളിൽ പോവും. അങ്ങനെ സിംഗേഴ്സ് ഉണ്ടില്ലെന്ന് പറയുന്നില്ലെങ്കിലും
നമ്മുടെ പാട്ട് നമ്മൾ പാടുമ്പോഴത്തേക്ക് നമുക്കതിൽ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. അതോ ആ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ? എനിക്ക് തോന്നുന്നു സാർ, ഈ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പരിമിതികളും വെച്ചായിരിക്കും നമ്മൾ കമ്പോസ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ അത് എങ്ങനെ മാക്സിമം കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതുകൊണ്ടായിരിക്കാം. എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മുടെ റെയിൻ റെയിൻ കം അഗെയിൻ എന്നുള്ള സിനിമ സൂപ്പർ ഫ്ലോപ്പാണ് സിനിമ. അതെ. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആ പാട്ടുകളൊക്കെ ഹിറ്റാകുകയാണ്. അതെ അതെ. തെമ്മാടിക്കാറ്റ്, തെമ്മാടിക്കാറ്റ്, നില്ല് 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 നില്ല്, എല്ലാ പാട്ടുകളും ഹിറ്റാകുകയാണ്. അതെന്തായിരിക്കും? ഞാൻ തെമ്മാടിക്കാറ്റും നില്ല് നില്ല് എനിക്ക് തോന്നുന്നു സാർ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും പുതിയ പ്ലാറ്റ്ഫോമിൽ വന്നത്. അതിനുശേഷം ഒത്തിരി വേർഷൻസ് തെമ്മാടിക്കാറ്റിൻ്റെ ഇറങ്ങി, നില്ല് നില്ല് ഒത്തിരി വേർഷൻസ് വന്നു. ചില പാട്ടുകൾ എനിക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ളത് വീണ്ടും കൊടുക്കുമ്പോഴത്തേക്ക് ഓഡിയൻസിൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു സാർ, ഇപ്പം പുതിയ ട്രെൻഡുകളിലൊക്കെ ഒത്തിരി അങ്ങനെ പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ സാധാരണ മെയിൻ സ്ട്രീം പണ്ട് യൂസ് ചെയ്തിരുന്ന കുറേ പാട്ടുകൾ ഇപ്പോഴും പുതിയ തലമുറ കേൾക്കാതിരുന്ന് കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അത് മ്യൂസിക്കിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ട് സാർ. അത് പിന്നെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളുടെ ഒത്തിരി സഹായവും പിൻബലവും ഇപ്പോഴത്തെ പുതിയ തലമുറ. ഒരു കാലത്ത് ജാസിയായിരുന്നു തുടക്കം കുറിച്ചത്. പിന്നീട് ഇപ്പം ഒരുപാട് ജാസിയുടെ സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റൈലിലൊക്കെ പാടുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് പുതിയ സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷൻസ് എല്ലാം ഞാൻ ഒത്തിരി കേൾക്കാറുണ്ട്. വളരെ ഇഷ്ടമാണ് സാർ. കാര്യം വെച്ചാൽ ഒരു സമയം പാരലൽ മ്യൂസിക്കിന് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതെങ്ങനെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഐഡിയ ആർക്കില്ലായിരുന്നു. കാര്യം അന്നും ഈ ഫിലിം സോങ്സുകൾ വന്ന് എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇന്നത് മാറിയിട്ട് പ്രൈവറ്റായിട്ടുള്ള സോങ്സിന് ഒത്തിരി ജനപ്രീതി വന്നു. അത് ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകൾക്കും പുതിയ സിംഗേഴ്സിനും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സ്വയം ഒരു ഐഡിയ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമുള്ളത് വളരെ നല്ലതായിട്ട് തോന്നുന്നു സാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ജാസിക്ക് ഇഷ്ടമുള്ള ജാസി ഇൻസ്പയർ ചെയ്യുന്ന മലയാളി സിംഗേഴ്സ് അല്ലെങ്കിൽ കമ്പോസേഴ്സ്? എനിക്ക് ആക്ച്വലി നമ്മുടെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ട്രെൻഡി സിംഗേഴ്സ് എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ്. ഡാപ്സി, വേടനുണ്ട്, പിന്നെ ഒരു ഫെജോ തിരുമാലി, ഇവരുടെ എല്ലാ സോങ്സ് ഞാൻ കേൾക്കാറുണ്ട്. അവരുടെയൊക്കെ സോങ്സ് ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന പാട്ടുകളാണ്. എല്ലാം മലയാളം ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ആക്ച്വലി അതൊരു അണ്ടർഗ്രൗണ്ട് കാറ്റഗറി ആയിരുന്നു. അതൊരു മെയിൻ സ്ട്രീമിലേക്ക് വന്നത് ഭയങ്കര ആശാവഹമാണ് സത്യത്തിൽ. ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? ഇനി ചേഞ്ച് ഓഫ് സ്റ്റൈലിൽ മ്യൂസിക്കിൽ നമുക്ക് ഒന്നും ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു കമ്പോസിങ് ആണെങ്കിലും പല കാര്യങ്ങളിലും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് നമുക്കെപ്പോഴും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എപ്പോഴും സ്റ്റൈൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അടുത്ത ദിവസം എന്താണ് വരുന്നതെന്ന് പെട്ടെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജാസി എൻട്രി ചെയ്ത കാലം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് കേരളത്തിലെ ഒട്ടുമിക്ക സിംഗേഴ്സും ഏതാണ്ട് അതേ പാറ്റേണിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ അതിന് ഡിഫറൻ്റായിട്ട് പാടുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് ജാസി ഞാൻ കേട്ടത് വയനാട്ടിൽ ജാസി പെർഫോം ചെയ്യുമ്പം സ്റ്റേജിൽ നിന്ന് ജനങ്ങളിലേക്ക് വന്ന് ഇറങ്ങി പെർഫോം ചെയ്യുന്നു. പണ്ട് കലാഭവമണിയാണ് അത് തുടങ്ങി വെച്ചത്. പക്ഷേ ഇപ്പം ജാസി അത് ചില ഭയങ്കര അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ത്രിൽ? സാർ, അത് ഓഡിയൻസ് ആയിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ്റെ ഒരു ലെവൽ എപ്പോഴും ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അത് എപ്പോഴും പെർഫോമറും ലിസണറും തമ്മിലുള്ള ഒരു കണക്റ്റീവ് മൊമെൻ്റാണത്. അങ്ങനെ എനിക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ ലൈവ് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒത്തിരി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഇൻറ്ററാക്റ്റീവ് സൈഡിൽ നമുക്ക് അവരോടൊപ്പം ചേരുക എന്നുള്ള ഒരു സംഭവത്തിൽ ഭയങ്കര ഇഷ്ടമാണത്. ഇപ്പം ഒരു മിക്സപ്പ് ആണല്ലോ, ഇപ്പോൾ എല്ലാ ജനസിലുള്ള പാട്ടുകളുണ്ട്. അതുകൂടെ തന്നെ
ഫോർ ദ പീപ്പിളിലെ ലജ്ജാവതിയുണ്ട്. അപ്പോൾ ഒരു ഗാനമുള്ള എടുക്കുമ്പം ജാസി പാടുന്ന ജാസി അല്ലാതെ പാടുന്നവരും ഏറ്റവും കൂടുതൽ ഇളകുന്ന പാട്ട് ഏതാണ് ഇപ്പോഴും? സാർ അത് ആക്ച്വലി ഫസ്റ്റ് പാട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ലജ്ജാവതി എന്ന് വിളിച്ച് പറയും. ഞാൻ പറയും ലജ്ജാവതി ഞാൻ 10:45 പാടും ഇങ്ങനെ ഞാൻ പറയും. ലജ്ജാവതി മോസ്റ്റ് പോപ്പുലർ സോങ് ആണ് സാർ. ഇപ്പം ഞാൻ എവിടെ പോയാലും ലജ്ജാവതി തന്നെയാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അഴകാല കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ പല പാട്ടുകളും ഇപ്പോൾ ഓരോ ഹിറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം പുതിയ പുതിയ ഹിറ്റ്സ് വരുന്നു, എല്ലാം ഡാൻസിങ് നമ്പേഴ്സാണ്. പക്ഷേ ഒരു പീക്ക് ഉണ്ടല്ലോ ഇതിനും, അത് ഇപ്പോഴും ലാസ്റ്റ് നമ്പറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ ലജ്ജാവതി? ലജ്ജാവതി അതിൻ്റേതായിട്ടുള്ളൊരു ഫാൻഷിപ്പ് ഉണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ലജ്ജാവതി ഇറങ്ങിയ സമയത്തുള്ള കുറേ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ആൾക്കാർ ആ പാട്ട് ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ കുട്ടിക്കാലം ഉത്സവപ്പറമ്പിലൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ മുമ്പ് ഡാൻസ് ചെയ്യുന്നവരൊക്കെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ നഴ്സറി കാലങ്ങളിലൊക്കെ ഇറങ്ങിയതാവാം. അതല്ലാതെ ആ പാട്ടിന് അതിൻ്റേതായിട്ടുള്ള ഒരു മൊമെൻ്റ് ഇപ്പോഴും ഉണ്ട്. അതെന്തായിരിക്കും? അതിൻ്റെ മ്യൂസിക് ആണോ അതിൻ്റെ ലിറിക്സ് ആണോ? സാർ എനിക്കത് ഒത്തിരി തോന്നിയിട്ടുള്ള അതിൻ്റെ ബേസിക് അതിൻ്റെ ഒരു ട്യൂൺ, അതിൻ്റെ ഒരു ട്യൂൺ സ്ട്രക്ചറിലൊരു ഒരു എലമെൻ്റ് ഉണ്ട്. അതായിരിക്കണം എന്നാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസിക് ട്യൂണിൻ്റെ പുറത്തുള്ള കളിയാണ്. പല ചോദ്യത്തിനും ജാസി സിമ്പിളായിട്ട് സാറിൻ്റെ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം തരാനാണ് ഞാൻ ജാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലെങ്ത് ആൻസറാണ്. കാരണം കുറേ എങ്ങനെ കമ്പോസ് ചെയ്തു, എങ്ങനെയാണ് ഓരോ സ്റ്റേജസും കഴിഞ്ഞ്, ഇപ്പോൾ ഓഡിയൻസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ നമുക്ക് രണ്ടാൾക്കറിയാം, അവർക്ക് കുറച്ചുകൂടെ കേൾക്കാൻ ആഗ്രഹം. എങ്ങനെയാണ് ആദ്യം എന്തായിരുന്നു, എങ്ങനെയാണോ ഫോം ചെയ്തത്, ഇത് മാറ്റിയിട്ട് ഇതെടുത്തതാണോ, അങ്ങനെയൊക്കെ തോന്നാം അല്ലേ? അതെ അതെ, അതുകൊണ്ടാണ് കമ്പോസിങ് സെഷൻ യഥാർത്ഥത്തിൽ സാർ. അത് ലജ്ജാവതിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും ബേസിക് ഡെമോ എല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്തത്. റിതം ഓറിയൻറ്റഡ് ആയിരിക്കണമെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റിതം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് വെച്ച് ഞങ്ങൾ ബേസിക് കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെയാണത് ഒരു എക്സ്റ്റൻഷനിലേക്ക് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ട്യൂണിൽ ഫസ്റ്റ് ട്യൂണ് തന്നെയാണ് സാറ് എനിക്ക് തോന്നുന്നു 3 ട്യൂണ് തന്നപ്പോൾ 3ാമതാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. കാര്യം 1-2 സ്റ്റൈലുമായിട്ട് ഇത് കമ്പാരിസൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് ഇത് പതുക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഫസ്റ്റ് കമ്പോസിങ് സെഷനിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ സമയക്കുറവാണ് എടുത്തത്. പിന്നെ പാട്ടിൻ്റെ ഒരു പൂർത്തീകരണമാണ് കുറേ നമ്മൾ ആഡ് ഓൺസാണ് ആക്ച്വലി കുറേ ചെയ്ത് സാറ് റാപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പറയുമ്പോൾ ചെയ്തത്. പിന്നെ ആ പാട്ടിൻ്റെ ആ സമയത്തൊരു കോൺട്രിബ്യൂഷൻ പലതായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അശ്വിനും ഷാജുവാണ് സൗണ്ട് ഡിസൈൻ മൊത്തം സോങ്ങിന്. അതിലുപയോഗിച്ച ഫ്ലൂട്ടൊക്കെ അതിൻ്റെ മെലഡി എന്നാൽ ഭയങ്കര ഡാൻസിങ് നമ്പറാണ്. പക്ഷേ അതിൻ്റെ മെലോഡീസ് ആയിട്ടുള്ള ഫ്ലൂട്ടും അതങ്ങനെ ആ സമയത്ത് നമ്മുടെ ജോസി ചേട്ടൻ ബേസ്, ജോസി ഗിറ്റാറ് വായിക്കുന്ന ബൈജു ചേട്ടൻ, അങ്ങനെ അതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാം ഒരു ടോപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. അങ്ങനെ ഒരു വൈബും ആ പാട്ടിന് ഉണ്ട്. അതിൻ്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാവരും ടോപ്പ് മോസ്റ്റ് ആൾക്കാരായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാവരും മ്യൂസിക്കലി അതിൽ വന്നിട്ട് ഇപ്പോൾ ലെയറിങ് ആണെങ്കിലും എല്ലാം കോൺട്രിബ്യൂഷൻസ് വലുതായിരുന്നു. അത് കാരണം പാട്ടിൻ്റെ ഫുൾ സ്ട്രക്ചർ വന്നപ്പോഴത്തേക്ക് അങ്ങനെ വലിയൊരു സംഭവമായി. ഒരു ഇൻ്റർനാഷണൽ ഒരു ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ഈ പാട്ടിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? സാർ അതെനിക്ക് കീരവാണി സാറിൻ്റെ നാട്ട് കേട്ടപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് ഇഷ്ടം വന്നത് അങ്ങനത്തെ ഒരു ഗ്രൂവി ഒരു സോങ്, ഒരു ഇന്ത്യൻ ഗ്രൂവിലുള്ളൊരു സോങ് അവിടെ ഓസ്കറിന് അത് വന്നു. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. കാര്യം അതിൽ ജിമ്മിക്കും വല്ല ഈ പറയുന്നത് പോലെ അദ്ദേഹം അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നാട്ട് കേട്ടിട്ടാണ് ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഇന്ത്യൻ എന്നുള്ള ഒരു സംഭവത്തിനൊരു യൂണിവേഴ്സലായിട്ട് മാറിപ്പോകാനായിട്ട് വളരെ അധികം നിമിഷങ്ങൾ വേണ്ട, പെട്ടെന്ന് തന്നെയാണ്. ജാസിക്ക് ഒരു ഡ്രീം ഉണ്ടാവില്ല എല്ലാവർക്കും, ഇങ്ങനെ ചെയ്യണം,
അങ്ങനെ ജാസിക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഞാൻ ഡ്രീമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരു അപ്പാച്ചി ഇന്ത്യൻ ഫാനാണ്. പണ്ട് മുതൽ അപ്പാച്ചി ഇന്ത്യൻ്റെ സോങ്സാണ് ഒത്തിരി കേൾക്കുന്നത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റായിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഡാൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് സാർ ഏറ്റവും വലിയ ആഗ്രഹം. അതല്ല ഏറ്റവും വലിയ ചലഞ്ചും. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഈ പറഞ്ഞ പോലെ പല പല വ്യത്യസ്ത തരത്തിലുള്ള അപ്രോച്ചുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജാസിക്ക് വീണ്ടും അതൊരു കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും ഇപ്പോഴും ഡാൻസ് നമ്പർ ചെയ്യാനും നമുക്ക് ഈ പറയുന്നത് പോലെ അത്ര പെട്ടെന്ന് ഒരു അതിനകത്ത് ഒരു എലമെൻറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഒരു വൈറൽ സോങ് കാണും, തൊട്ടടുത്ത ദിവസം മറ്റൊരു സോങ് കാണും. ഇപ്പോഴും തന്നെ ഒരു തായ് സോങ്ങൊക്കെയാണ് ഇപ്പോൾ എന്തോ ഒരു ഹിറ്റ്. ഞങ്ങളത് ഞങ്ങളുടെ ഗാനമേളയ്ക്കൊക്കെ അത് ചെയിൻ സോങ്ങിൽ പാടുന്നു. ഇങ്ങനെയൊക്കെ ഒരു പാട്ടും. അപ്പോൾ ഈ പെട്ടെന്നാണ് പാട്ട്. ഒരു കൊറിയൻ സോങ്, ഒരു ഭയങ്കര പോപ്പുലർ സോങ് അല്ലേ കൊറിയൻ. ഇവരുടെ സോങ്സ് എല്ലാം ഭയങ്കര ഹിറ്റാണ്. സൈഡ് സോങ്സ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒരു സമയത്ത് ഗാനമേളയിൽ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഡാൻസ് നമ്പർ ചെയ്യുകയാണ് മനസ്സിലെ ഏറ്റവും വലിയ. ഡി ജെ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതായത് ഉത്സവപ്പറമ്പിൽ പോലും ഡി ജെ. കാരണം അവിടുന്ന് കഥകളിയും കഥാപ്രസംഗമൊക്കെ മാറിയിട്ട് ഡി ജെ വരുന്നു. ഇതിനോട് എന്താ തോന്നുന്നത്? പഴയതുപോലല്ല സാർ, ഇപ്പോഴും ഓഡിയൻസും ഒത്തിരി മാറി. പണ്ടൊക്കെ ആണെങ്കിൽ ഗാനമേള എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേറെ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ആൾക്കാർക്കാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിലും അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സന്തോഷം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നുള്ളതിന് അടുത്തൊരു ദിവസത്തേക്കൊന്നും മാറ്റി വയ്ക്കുന്നില്ല. അവരുടെ സന്തോഷം അത്രയും ഭയങ്കരമായിട്ട് ഇപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മൾ പാട്ട് പാടുമ്പോഴത്തേക്കാണെങ്കിലും നമ്മോടൊപ്പം പെർഫോം ചെയ്യുന്നവരോട് അവർ മിങ്കിൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴും അത് മനസ്സിലാവും സാർ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് പാടിയ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, അത് ഇല്ലെന്ന് പറയുന്നില്ലെങ്കിലും ഇപ്പോഴും യൂത്തൊക്കെ ആണെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന രീതി കുറച്ചുകൂടെ ആക്റ്റീവായിട്ടും എനർജറ്റിക്കും ആയിട്ടാണ്. പണ്ടൊക്കെ ബലം പിടിച്ചിരുന്ന് ഗാനമേള കേൾക്കുന്ന ആൾക്കാരായിരുന്നു. ഏറ്റവും പുറയിൽ മാത്രം ഒരു അനക്കം കാണാം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മാറി. ഈ കൊറോണയുടെ 2 വർഷത്തോടു കൂടി ആൾക്കാരുടെ ഒരു മൊത്തം ഇമേജ് അങ്ങ് മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പലരും ഷോ ബിസിനസ്സിലുള്ളവർ തന്നെ പലരും അത് സംസാരിക്കാറുണ്ട്. അതെല്ലാവർക്കും അങ്ങനെയായിട്ട് തോന്നിയിട്ടുണ്ട് സാർ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനും യൂത്തും വളരെ ഫോർവേഡാണ്. അവർ ഇൻസ്റ്റൻ്റ്ലി അവർക്ക് അവരുടെ എക്സ്പ്രഷൻ അവർ കാണിക്കും. അവർക്ക് ഇഷ്ടമുള്ളതാണെന്നും അല്ലെന്നും പറയാൻ അവർക്ക് പെട്ടെന്ന്. പണ്ട് പറയായിരുന്നു മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും ഡാൻസ് ചെയ്യും, കാരണം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. മലയാളികൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. കംപ്ലീറ്റ് യങ്സ്റ്റേഴ്സും ആദ്യം ഡാൻസാണ് നോക്കുന്നത് അല്ലേ? ഇപ്പം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് അവർ കണ്ടുപിടിച്ചു എന്നുള്ളത് ആശാവഹമാണ്. അതുകൊണ്ട് ജാസിക്ക് അതിനെ കോംപ്ലിക്കേറ്റഡ് ആയില്ല അത്. കാരണം ഇനിയും ഡാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന പാട്ടുണ്ടാക്കണ്ടേ? ഡാൻസ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് സാർ. നമ്മളിപ്പോൾ ശാന്തമീ രാത്രി തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതിനല്ലേ. കാരണം മറ്റേതിനോട് ലൈക്നെസ് വരാൻ പാടില്ല, താളം ഡിഫറെൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അവർ എടുക്കണം. ഇപ്പം നമ്മൾ പബ് ക്രോളും അല്ലെങ്കിൽ പിന്നീടുള്ള യാത്രാ സോങ്ങും ഒക്കെ നോക്കുമ്പോൾ നമ്മളെങ്ങനെ ഏറ്റവും മുൻപിൽ നിൽക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ അപ് ടു ഡേറ്റ് ആയിട്ട് എങ്ങനെ നിൽക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? തമിഴ് അത് വെച്ച് നമുക്ക് ഉള്ളൊരു പ്രധാന പ്രശ്നങ്ങളിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സാർ, ഈ കുത്ത് സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരുടെ കൾച്ചറിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് കുത്ത് സോങ് പോലെ നമുക്കുണ്ട് കുട്ടനാടൻ പാട്ടുകളൊക്കെ, നമ്മളുടേതായിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലേ? കുത്തിയോട്ട പാട്ടുകളുണ്ട്, നമുക്ക് പലതരത്തിലുണ്ട്. നമുക്ക് ഋതം ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ളത് നമുക്കാണല്ലേ? ഋതം ഇൻസ്ട്രുമെൻസും അല്ലേ? അത് കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യും അതൊന്നും നോക്കണം അല്ലേ, ആ ഒരു കോമ്പിനേഷൻ. അപ്പം എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വീണ്ടും ഫോർ ദ പീപ്പിളിൽ ലജ്ജാവതിയെ പോലെ ജനങ്ങൾ നൃത്തം ചെയ്യുന്നൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ്. അതെ, അതുപോലെ പാട്ട് ജാസ് കമ്പോസ് ചെയ്ത് എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഡാൻസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഫീലായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ. അത് മാക്സിമം ഒരു പോസിറ്റിവിറ്റി, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ
ഈ നമ്മൾ ലെജൻസിനെ പറയുമ്പോൾ നമ്മളെപ്പോഴും രാജാ സാറിൻ്റെ പാട്ടുകൾ തന്നെയാണ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ഒരു ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും ഡാൻസ് ആണെങ്കിലും അതെപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ജാസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ ആരാ ഇന്ത്യയിൽ? ചിലപ്പോൾ പേര് പറഞ്ഞാൽ കോപ്പി റൈറ്റിലേക്ക് പോകുന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ പാട്ടും ഞാൻ കേൾക്കുമല്ലോ സാർ, പക്ഷേ ഏറ്റവും കൂടുതൽ രാജാ സാറിൻ്റെ സോങ്സാണ് ഒത്തിരി കേട്ടുള്ളത്. പിന്നെ സലിൽ ചൗധരി സാറിൻ്റെ പാട്ടുകളോട് ഒത്തിരി താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ ഒത്തിരി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് എപ്പോഴും നിൽക്കും. ഭയങ്കര അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽ എപ്പോഴും പഠിക്കാനും നമുക്ക് സലിൽ സാറിൻ്റെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറ് വർക്ക് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ ആ പാട്ടും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് സോങ്സ് എപ്പോഴും ഞങ്ങൾ മ്യൂസിക് പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെല്ലാവരും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. പിന്നെ നമ്മുടെ എല്ലാ ലെജൻസിൻ്റെയും പാട്ടുകൾ ഇഷ്ടമായിട്ട് കേൾക്കുന്നത്. പക്ഷേ ഏറ്റവും എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. ഓഫ് ബീറ്റാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ അടിപൊളിയൊന്നും അല്ലാതെ മെലഡി സോങ്സ് മാത്രമുള്ളൊരു പാട്ട്, സിനിമ. കുറേ അധികം പാട്ടുകളുണ്ട്, പക്ഷെ എല്ലാം മെലഡി സോങ്സ് മാത്രം. ഇതുപോലെ ഡാൻസിങ് നമ്പേഴ്സ് അല്ലാതെ ജാസി പാടുകയും വേണം. ചലഞ്ചായിട്ട് എടുക്കുമോ? ഞാൻ കുറച്ച് സമയം എടുത്ത് ചലഞ്ചായിട്ട് എടുക്കാം. ഈ ശബ്ദം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസിയുടെ ശബ്ദം. ആദ്യകാലത്തൊക്കെ ആൾക്കാർ എന്ത് ശബ്ദം എന്ന് ചോദിക്കുമ്പോഴേ എനിക്കിഷ്ടമാണ് ഈ ശബ്ദം. കാരണം അതിൻ്റെ അരികുകൾ ചെത്തി മിനുക്കാതെ ആ പരുക്കൻ എക്സ്പ്രഷനോട് ചേർന്ന് അതിൻ്റെ എഡ്ജസൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുള്ള പാട്ട് ജാസിയുടെ ശബ്ദം. ഞാനിന്നും ശരിക്കും ജാസിയുടെ ആരാധകനാണ്. താങ്ക് യു സാർ, താങ്ക് യു. സാറിൻ്റെ എന്താണ് എൻ്റെ ലൈഫിൽ എത്രമാത്രമാണ് സാറിൻ്റെ പ്ലേസ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എന്താണ് നമുക്കൊരു മ്യൂസിക്കലി ആണെങ്കിലും എന്താണ് നമ്മുടെ ഒരു മെൻറ്ററായിട്ടാണെങ്കിലും സാറ് തന്ന ഒരു പ്ലേസ്മെൻറ്റ് ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതും. അതുപോലെ ഫിലിമെന്ന് പറഞ്ഞ സംഭവമേ നമുക്ക് തൊടാൻ പറ്റാത്ത സംഭവമായിരുന്നു. ഒരു 20-21 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫിലിമി കൾച്ചർ എന്ന് വെച്ചാൽ അത് ഇന്നത്തെ പോലെയല്ല. ഒട്ടും എളുപ്പമല്ലാത്തൊരു സമയത്താണ് സാർ ഇത്രയും സോങ്സ് ചെയ്യുക എന്നുള്ളൊരു കടമ തന്നത്. അത് ഞങ്ങളെല്ലാവരും എപ്പോഴും സാറിനെ പറ്റി സംസാരിക്കുമ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യമാണ് സാറിൻ്റെ. അതുപോലെ സാറ് സോങ്സ് ചൂസ് ചെയ്യുന്നൊരു സംഭവം. സാറിന് 5-6 ട്യൂൺ കൊടുക്കുമ്പോഴത്തേക്ക് സാർ ചൂസ് ചെയ്യുന്ന 2 പാട്ടുകൾ അതിൽ ഹിറ്റായിരിക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരു പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പാടാനൊക്കെയാണ്. പക്ഷെ അതൊരിക്കലും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സായിരിക്കും ഒരു പക്ഷേ പാട്ടിനുള്ളൊരു ഒബ്സഷനായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിലേക്ക് മാറുന്നത്. അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറ് ബീബൽസയുടെ സമയത്ത് സാറിന് ഇതുപോലെ ഈ ഹിന്ദോളം ടച്ചിലുള്ളൊരു സോങ് കൊടുത്തപ്പോഴത്തേക്ക് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഭരതൻ സാറുമായിട്ടൊക്കെ ഉള്ള കോമ്പിനേഷനിൽ അത് തന്നെ ആയിരിക്കും. ഭരതേട്ടന് ഹിന്ദോളവും മധ്യമാവധിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ സ്പാർക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ റൂട്ടിലൊരു പാട്ടൊന്ന് ടച്ച് ചെയ്യുന്നു. പക്ഷേ കറക്റ്റ് സാറിന് ഇഷ്ടപ്പെട്ടു. ഇപ്പം ജാസിയുടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത് കുറച്ച് 4-5 സിനിമകൾ, അപ്പം ബീബൽസ, അതിനുശേഷം ഫോർ ദ പീപ്പിൾ, റെയിൻ കം അഗെയിൻ, അശ്വാരൂഢൻ, ഇപ്പോൾ നമ്മുടെ ശാന്തമേരാത്രി. അപ്പോൾ ശാന്തമേരാത്രിയിൽ ഒന്ന് നിൽക്കുമ്പം ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു പാട്ട് അല്ലെങ്കിൽ മറ്റൊരു ട്യൂണായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നെന്ന് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? നേരത്തെ സാറിന് കമ്പോസ് ചെയ്തതൊക്കെ ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് സാർ. അത് സിറ്റുവേഷനായിട്ട് ബേസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങൾ അധികം വരാതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഫാസ്റ്റായിട്ടുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേണമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റീപ്ലേസ്മെൻറ്റ്
മാറ്റിയാലോ എന്നുള്ള തോന്നൽ ചില സമയങ്ങൾ വരാറില്ല. എനിക്കിപ്പോഴുള്ളൊരു കംപ്ലയിൻറ്റ് ജാസിയോടുള്ള എന്താ അറിയാം, ജാസിക്ക് ഒരുപാട് പ്രോഗ്രാമുണ്ട്, എല്ലാ ദിവസവും പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സിനിമ കമ്പോസ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് സാർ പറഞ്ഞൊരു കറക്റ്റൊരു സംഭവമാണ്. കമ്പോസിങ് എന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാലേ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് സാർ. കാര്യം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡയറക്ടറിനും അത് ബോധ്യപ്പെടണം. അങ്ങനെ എനിക്ക് ആക്ച്വലി കന്നഡയിൽ നിന്നൊക്കെ ഒത്തിരി കംപ്ലൈൻറ്റ്സ് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മുടെ മെയിനായിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴായിരിക്കും നമുക്ക് മെയിനായിട്ടുള്ള ഗാനമേളകൾ വരുന്നത്. ഈ ഗാനമേളയുടെ ഒരു ഹരമായി കഴിഞ്ഞാലേ ഓഡിയൻസിന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് അല്ലേ? അതെ അതെ, അതൊരു ലഹരിയാണ്. ലൈവ് ഒരു ഭയങ്കര സംഭവമാണ് സാർ. ലൈവിൻ്റെ ഒരു എഫക്റ്റും ലൈവിൻ്റെ ഒരു വൈബും അതൊരു ഭയങ്കര അത് അഡിക്റ്റ് ആയി പോകില്ലേ? അതൊരു അഡിക്ഷൻ ആണ്. അത് ലൈവ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു എപ്പോഴും മനസ്സിലാവുന്നുണ്ട് സാർ. കമ്പോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആദ്യ സമയത്ത് ഇപ്പം ഫോർ ദ പീപ്പിളൊക്കെ ചെയ്യുന്ന സമയം മൈൻഡൊക്കെ ഭയങ്കര ഒരു ഫ്രീ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അണ്ടർ പ്രഷറിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് അത് എനിക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് കന്നഡയിലാണത് കൂടുതൽ പ്രഷർ വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നമ്മളും ഇതായിപ്പോവും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് അവർക്കൊരു ജഡ്ജ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സോങ്സ്. പിന്നെ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഡയറക്ടറുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. കാര്യം നമ്മൾ സമയം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കും. അത് ചിലപ്പോഴും ഒരേപോലെ ആവാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡയറക്ടർ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതിനോട് ഇഷ്ടമാണ് സാർ. അത് ഈ യങ്സ്റ്റേഴ്സിനോട് ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ടല്ലോ, പുതിയ കമ്പോസേഴ്സ്, സിംഗേഴ്സ്. അപ്പോൾ ജാസിക്ക് അവരോട് പറയാനായിട്ട് എന്താണ് ഒരു ഒരു എന്താണ് പറയുക, ഒരു ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല, ഉപദേശിക്കുന്ന ഇഷ്ടമല്ലല്ലോ. എല്ലാ കാറ്റഗറിയും സോങ്സ് കേട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സാറേ. കേൾക്കുക മാത്രമല്ല കേട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത് എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസിക് റോക്കും ഇല്ലെങ്കിൽ എന്ത് സ്റ്റൈലും വേണം, പുതിയ EDM എന്താണെങ്കിലും എല്ലാ ജോണറും കേൾക്കുന്നത് നല്ലതായിരിക്കും. സെയിം ടൈം മലയാളം സിനിമ പാട്ടുകളാണെങ്കിലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസിക്കുകളോ എന്തെങ്കിലും പുതിയതും പഴയതായിട്ടുള്ള എല്ലാ മ്യൂസിക്കും കേൾക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ മറ്റുള്ള അവർ കേൾക്കുന്ന ലിസ്റ്റുകളെടുത്ത് കേൾക്കുക നല്ലതായിരിക്കും. അപ്പോഴൊത്തിരി കാറ്റഗറിയിലോട്ട് നമുക്ക് ചിന്തിക്കാനും അത് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നു AR റഹ്മാൻ സാറിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അദ്ദേഹം എല്ലാ കാറ്റഗറിയും പണ്ട് മുതൽ അദ്ദേഹം യൂസ്ഡായി പോയതുകൊണ്ട് എല്ലാം അങ്ങനെ ഒരു ഇതായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടലുകൾ തന്നെയാണ് നമുക്ക് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താണ് അനുഭവമൊക്കെ ഉണ്ട്. അതിലൊന്നാണിത്. കാരണം ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അത് ആദ്യം അതിഥിയായിട്ട് വന്നത് ജാസി. താങ്ക് യു സർ. അത് കാരണം എനിക്കൊരു വല്ലാത്തൊരു എക്സൈറ്റഡ് ഫീലാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും. പക്ഷേ നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജെനുവിനാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇനിയും ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് നമ്മളുടെ ഡിസ്കഷൻ നമുക്കിനിയും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി. കാരണം ജാസി എല്ലാം വളരെ കുറച്ച് പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ കൂട്ടി കുറേ കൂടെ എന്താണ് ഫോർ ദ പീപ്പിളിൻ്റെ ഓരോ സ്റ്റേജസും കമ്പോസ് ചെയ്തിട്ട് ഓരോ ദിവസവും ഉണ്ടായ അനുഭവങ്ങളും അങ്ങനെ വേണം ഒരിക്കൽ ഒന്നുകൂടെ കൂടാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.